ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു നാടൻ കറിയാണ്. അത് മീനില്ലാത്ത മീൻ കറി ആണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. സോ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മീനില്ലാത്ത മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഒരു 6 അല്ലി ചെറിയ ഉള്ളി ഞാൻ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വരണ മാതിരി സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 20 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളി ഞാൻ ഇവിടെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കായയും കോവയ്ക്കാണ് കഷ്ണങ്ങൾ വേണ്ടത്. രണ്ടും ഞാൻ സ്ലൈസ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. കായ ഞാൻ ഒരു കായയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് കുടംപുളി, ഒരു 3 കുടംപുളി ഞാൻ ചുടുവെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതാണ് ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ. അതേമാതിരി നമുക്കൊരു 1/2 കപ്പ് തേങ്ങാപ്പാൽ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഈ ഒരു മീൻകറി, മീനില്ലാത്ത മീൻകറി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മീൻകറിയാണ്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് കുറച്ച് പൊടികൾ വേണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ വേണം. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഏകദേശം ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ് തരുന്നത് നമ്മുടെ നാടൻ കറികൾക്ക്. സോ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച അല്ലെങ്കിൽ ചോപ്പ് ചെയ്ത് വെച്ച ചെറിയ ഉള്ളിയും സവാളയാണ്. ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെറിയ ഒരു ലൈറ്റ് ബ്രൗൺ നിറം വരുന്നവരെ നമ്മളൊന്ന് വതക്കി എടുക്കണം. കണ്ടില്ലേ, ഒന്ന് കളറ് മാറി ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോപ്പ് ചെയ്ത് എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ നീളത്തിൽ കീറി വെക്കാം. അപ്പം അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മുരിഞ്ഞ് ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് പോയി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറുന്നവരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതുവരെ മീഡിയം ഫ്ലെയിമിലായിരുന്നു. ഞാനൊരു 20 ചെറിയ ഉള്ളിയും ഒരു 2 ടേബിൾ സ്പൂൺ സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഫ്ലേവറിന് കുറച്ച് കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ. അപ്പം എല്ലാം കൂടെ ഒന്ന് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വതക്കിയെടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു മീഡിയം സൈസ് തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചത് അതും ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മാത്രം മതി. നമുക്ക് അതിൽ വെള്ളം ഒഴിച്ച് വേവിക്കാനുള്ളതാണ്. സവാളയൊക്കെ ആവാൻ നമുക്കൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. അറിയാലോ, പെട്ടെന്ന് ആവും. അപ്പോൾ ഒന്ന് പൊടികളൊക്കെ നല്ല ഫ്ലേവർ വന്നു, തക്കാളി ഒന്ന് ഉടഞ്ഞു വന്നാൽ നമുക്ക് കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കായയും കോവയ്ക്കയാണ്. അപ്പോൾ രണ്ടും കുറച്ച് വീതിയിൽ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം നമ്മുടെ മസാലയോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ കുതിർത്ത് വെച്ച കുടംപുളി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇത് കഷ്ണമൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ യൂസ് ചെയ്തത് നമ്മൾ കുടംപുളി കുതിർക്കാൻ വെച്ച വെള്ളമില്ലേ, അത് തന്നെയാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നമുക്ക് കഷ്ണം മുങ്ങി കിടക്കുന്നവരെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം പോരെങ്കിൽ ആ വെള്ളം പോരെങ്കിൽ നമുക്ക് അല്ലാതെയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, നമ്മുടെ വെള്ളം എല്ലാം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് കഷ്ണം വേവുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം കഷ്ണം വെന്തിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ട് ബാക്കി ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് തേങ്ങാപ്പാലാണ് കേട്ടോ. നമ്മുടെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിക്കോളൂ. ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തോളൂ. എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കഷ്ണമൊന്നും ഉടയ്ക്കേണ്ട ആവശ്യമില്ല, ഉടഞ്ഞു പോണ്ട. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ, 1-ാം പാലോ 2-ാം പാലും അങ്ങനെയൊന്നുമില്ല, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 1/2 കപ്പ് എടുത്തതാണ്. അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനൊരു 1/2 കപ്പ് തേങ്ങേനെ എടുത്തിട്ട് 1/2 കപ്പ് വെള്ളത്തിൽ നന്നായി പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ ഈ ഒരു തേങ്ങാപ്പാൽ എടുത്തത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. ഇനി ചാറിൻ്റെ കൺസിസ്റ്റൻസി ഓരോരുത്തരുടെ ഇഷ്ടം. ഗ്രേവി തിക്നെസ് വേണോ തിൻ വേണോ എന്നുള്ളതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം.
ഞാൻ രണ്ടിൻ്റെ ഇടയ്ക്കാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് ഒഴിച്ചു കഴിയുമ്പോൾ അതിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ എന്നാൽ വളരെ തിന്നായിട്ടുള്ള കറിയുമല്ല. അപ്പം നന്നായി തിളച്ച് വന്നപ്പോൾ ഞാനത് ഓഫ് ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുറയ്ക്കാം കേട്ടോ. നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി നമുക്ക് താളിക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ താളിക്കുന്ന പാത്രം വെച്ചു. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ കടുക്, ഒരു നുള്ള് ഉലുവ, കടുക് പൊട്ടി കഴിഞ്ഞ ഉടനെ ഒരു നുള്ള് ഉലുവ ആഡ് ചെയ്തു. ഒരു 2 അല്ലി അല്ലെങ്കിൽ ഒരു 2 ചെറിയ ഉള്ളി ഞാൻ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറാവുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിലയും അതേമാതിരി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഫ്ലേവറും തരും, നല്ല കളറും വരും കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിരിക്കുകയാണ്. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്തു. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ അടയ്ക്കാൻ പോവുകയാണ്, അതിൻ്റെ ഫ്ലേവർ പോവാതിരിക്കാൻ. പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി സെർവ് ചെയ്താൽ മാത്രം മതി. സോ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മീനില്ലാത്ത മീൻ കറി. വേറെ കഷ്ണങ്ങളുണ്ട്, പക്ഷെ നമ്മൾ കായയും കോവയ്ക്കയാണ് ഇട്ടുണ്ടാക്കിയത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.